എൻ്റെ കയ്യിൽ കുറച്ച് A4 ഷീറ്റ് ബൈൻഡ് ചെയ്തതുണ്ട്. അത് ചട്ടയിട്ടിട്ട് കവർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കാർഡ്ബോർഡ് ഷീറ്റും പിന്നെ കുറച്ച് ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പേജസിന്റെ വലിപ്പത്തിൽ നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിനും സോഫ്റ്റ്നെസ്സിനും വേണ്ടിയിട്ട് ഞാൻ പോളിസ്റ്റർ കോട്ടന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിന്റെയും ക്ലോത്തിന്റെയും സെന്ററിലായിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചുറ്റും കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു അസ്തറ്റിക് ലുക്ക് കൊണ്ടുവരാനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ലേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചുറ്റും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനും ഞാനിവിടെ ലേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ക്ലോസ് ചെയ്ത് കെട്ടാനായിട്ട് 2 റിബൺ യൂസ് ചെയ്യുന്നുണ്ട്. റിബണും നമ്മൾ കാർഡ്ബോർഡിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ വൃത്തികേടായി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ പേപ്പർ നമുക്ക് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ബൈൻഡ് ചെയ്ത ബുക്ക് ഉണ്ടല്ലോ, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ പഴയ ബുക്കിന്റെ പേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബുക്ക് ട്രൈ ചെയ്ത് നോക്കുക.